നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കടയിൽ പോയി 1 കിലോ പഞ്ചസാര വാങ്ങിട്ട് വരൂ. എന്റെ പട്ടി പോവും. എടി, ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കല് മാത്രമാ എന്റെ ജോലി. അത് മാത്രമേ ഞാൻ ചെയ്യൂ. അല്ല പിന്നെ അമ്മേ, സോനെ, ഇന്നലെ വാങ്ങിച്ചതിൽ പഞ്ചസാര ഉണ്ടായിരുന്നല്ലോ. എവിടെ? ഞാനിങ്ങ് കണ്ടില്ല. വാങ്ങി കാണുന്ന ഏട്ടത്തിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതൊന്നും അല്ല. കടയിലെ കണ്ണന്റെ കയ്യിൽ കൊടുത്ത ലിസ്റ്റിൽ 2 കിലോ പഞ്ചസാര ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി അവനത് എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാണില്ലായിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏട്ടത്തി. ആവശ്യത്തിന് സാധനം കിട്ടണ്ടേ? രാവിലെ അമ്മയ്ക്ക് ചായ വേണം, കുട്ടികൾക്ക് പാലും എടുക്കണം. പഞ്ചസാര ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വീടാ ഇത്. എല്ലാം മാറ്റി മറിച്ച് കളയാന്ന് പറഞ്ഞിട്ട് രാവിലത്തെ ചായ കൂടി മുട്ടിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇനി എന്തൊക്കെ മുട്ടിക്കോ എന്തോ. അമ്മ ഇനി അതിന്റെ പേര് വഴക്കിടാൻ പോകണ്ട. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യമായി വേണ്ടി വന്നാ അമ്മയല്ലേ പോയി വാങ്ങിക്കൊണ്ട് വരാറ്. അതുകൊണ്ട് പെട്ടെന്ന് പോയി 1 കിലോ പഞ്ചസാര വാങ്ങിച്ചോണ്ടോ. അയ്യോടാ, എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ ആരോടാ പറയണ്ടേ? സത്യേന്റെ ശ്യാമേട്ടൻ നടത്തം കഴിഞ്ഞ് വന്നിട്ടില്ല. ഇന്ദ്രനോട് പഞ്ചസാര വാങ്ങിക്കൊണ്ട് വരാൻ എനിക്ക് പറയാൻ പറ്റുമോ? സോനെ, നീ ടെൻഷൻ ആവാതെ. പഞ്ചസാര ഞാൻ വാങ്ങിച്ചോണ്ടെന്നാ പോരെ. ഏട്ടത്തി പോവാനോ? അത് വേണ്ട. ജംഗ്ഷൻ വരെ നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ കാശെടുത്തിട്ട് വരാം. രാവിലെ തന്നെ നീ അവക്കൊരു പണി കൊടുത്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ സുശീലയുടെ മകളാണെങ്കിൽ അങ്ങനെ തന്നെ വേണോടി. പോയി വാങ്ങിച്ചോണ്ട് വരട്ടെ. ഇന്ദ്രേട്ടാ, എനിക്കൊരു 100 രൂപയും സ്കൂട്ടറിന്റെ ചാവിയും വേണം. എന്ത് പറ്റി? എന്തെങ്കിലും വാങ്ങിക്കാൻ പോകാനാണോ? അതെ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇന്ദ്രേട്ടൻ കാശും കീയന്താ. കീയന്താ? അല്ല, ഇവിടെ വേറെ ആരും ഇല്ല. അനു, നീ എന്തിനാ കടയിൽ പോകുന്നു ഇപ്പോ? ഒന്നും കുഴപ്പമില്ല ഇന്ദ്രേട്ടാ. രാവിലെ തന്നെ ഓരോരുത്തരും ഓരോ തിരക്കിലല്ലേ. പിന്നെ ഇത് എന്റെ കൂടെ ഒരു ആവശ്യമായിപ്പോയി. ഞാൻ വേഗം വരാം. അല്ല, സോനെ, പഞ്ചസാര അല്ലാതെ വേറെന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അല്ല, ഇന്നലെ കൊണ്ടുവന്നേലെ തേയില ഉണ്ടല്ലോ അല്ലേ? തേയിലയുണ്ട്. ഇനി എന്തൊക്കെയില്ലെന്നേ ഓരോ ആവശ്യത്തിന് നോക്കുമ്പോഴേ അറിയാൻ പറ്റൂ. കുഴപ്പമില്ല, എന്തില്ലെങ്കിലും എന്നോട് പറഞ്ഞാ മതി. ഞാൻ വേഗം എത്തിച്ചു തന്നോളാം. പിന്നെ ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമായി പോയല്ലോ. സോനെ, പഞ്ചസാര പാത്രവും ഉപ്പുപാത്രവും ഇപ്പോഴും ഒരുമിച്ചാണോ വെക്കുന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പഞ്ചസാര ഇന്നലെ ഞാൻ വാങ്ങിയെന്ന് തന്നെ എന്റെ ഓർമ്മ. ചിലപ്പോ അത് കണ്ടിട്ട് നീ ഉപ്പാണെന്ന് തെറ്റിദ്ധരിച്ചാണെങ്കിലോ? അല്ല, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ.
ഇങ്ങനത്തെ ഓരോ പണി ഞാൻ തരൂടി. നടന്നു പോയി വാങ്ങിച്ചിട്ട് വാ. എടി, ഇതൊക്കെ അവൾ എപ്പോ പഠിച്ചടി? ആർക്കറിയാം? ഇതൊക്കെ അറിഞ്ഞിരുന്നു ഞാൻ പഞ്ചസാര വേണമെന്ന് പറയില്ലായിരുന്നു. ആ ഗുഡ് മോർണിംഗ് സത്യ. ശ്യാമേ ഗുഡ് മോർണിംഗ്. മോർണിംഗ് അടുത്തി. ഗുഡ് മോർണിംഗ്. അല്ല അനുചേച്ചി രാവിലെ വണ്ടിയായിട്ട് എങ്ങോട്ടാ? ആ സോന ചായ ഇടാൻ നോക്കുമ്പോ പഞ്ചസാര കാണുന്നില്ല ശ്യാമേ. അപ്പൊ വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി പോവാ. ഏട്ടത്തി അവിടെ നിന്നേ, പഞ്ചസാര ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട വേണ്ട, നിങ്ങൾ പോയിക്കോ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വരാം. ഇതെപ്പോ പഠിച്ചു? സോനെ, എന്താ എന്താ നോക്കിയിരിക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഭാര്യയ്ക്ക് അത് ചെയ്താ പോരെ ഇന്ദ്ര? എന്താ കാര്യം? ഓ, ഏട്ടത്തി ഇന്നലെ പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചപ്പോ അതില് പഞ്ചസാര ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ വണ്ടി എടുത്ത് പോകേണ്ടി വന്നത്. സാധാരണ ഇവിടെ എന്തെങ്കിലും തീർന്നാ ഏട്ടത്തിയാണോ സോനെ വാങ്ങിക്കൊണ്ട് വരാറ്? നിനക്ക് ഞങ്ങളെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു? ഞങ്ങൾ വരുമ്പോ വാങ്ങിക്കൊണ്ട് വരായിരുന്നല്ലോ. എന്റെ ശ്യാമേട്ടാ, ഏട്ടത്തിയോട് പഞ്ചസാര വാങ്ങിക്കൊണ്ട് വരാനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അയ്യോ, സോന എന്നോടാ പറഞ്ഞത്. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ അനുവമ്മ കേറി അങ്ങ് ഏറ്റതാ. അവള് വണ്ടി ഓടിക്കാൻ പഠിച്ചെന്ന് ബാക്കിയുള്ളവരെ കൂടി കാണിക്കാൻ വേണ്ടിയാ ചാടി പോയത്. അതിന് എന്റെ മോളെ ആരും കുറ്റപ്പെടുത്തണ്ട. ചായ. ആ അല്ല, ഇന്ന് എല്ലാവർക്കും വിത്തൗട്ട് ആണോ പ്രതിഭേ? അല്ല, പഞ്ചസാര ഇല്ലെന്ന് സോന പറഞ്ഞു. ഹേയ്, ഇതിന് നല്ല മധുരമുണ്ടല്ലോ. ആ അതെ. നിനക്കിത് എവിടെ നീ പഞ്ചസാര കിട്ടിയത്? ഞാൻ നോക്കിയപ്പോ ഈ പഞ്ചസാര കണ്ടില്ലല്ലോ. ഇങ്ങ് വന്നേ, കണ്ണു തുറന്ന് നോക്കണോടി. അല്ലെങ്കിൽ ഇതുപോലെ ബാക്കിയെല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടി നിൽക്കേണ്ടി വരും. നീ ഇപ്പൊ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയായല്ലോ. അമ്മ, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ഇവിടെയുള്ള സാധനം ഇല്ലെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ അമ്മേ? അത് ബാക്കിയുള്ളവർക്കും കൂടി തോന്നണ്ടേടി. നീ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയല്ല എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്.